നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിനു കുര്യാക്കോസ്. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യത്ത് സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പി. തിലോത്തമൻ MLA. ത്രിവേണി നന്മ സപ്ലൈകോ സ്റ്റോറുകൾക്ക് ഇക്കുറി ക്രിസ്മസ് ഇല്ല. കെടുകാര്യസ്ഥതയും ഭരണപ്രതിസന്ധിയും ക്രിസ്മസ് വിപണിക്ക് തടസ്സമായി. ജലത്തിലെ ലവണാംശം നെൽകൃഷിയെ ബാധിക്കും മുമ്പ് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ അടയ്ക്കാൻ ഉപദേശക സമിതിയുടെ തീരുമാനം. സർക്കാർ വ്യാപാരികളുടെ കമ്മീഷൻ 9% കൂട്ടി. സിലിണ്ടറിന് വീണ്ടും വില വർദ്ധിച്ചു. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടിയല്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പി. തിലോത്തമൻ MLA. ജോയിന്റ് കൌൺസിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീരുമാനമെടുക്കുന്നത് പോലെയാണ് അദ്ദേഹം ഓരോ സന്ദർഭത്തിലും എടുക്കുന്ന തീരുമാനം. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 5 രൂപ ഒറ്റയടിക്ക് ഡീസൽ വർദ്ധിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു 15 രൂപയുടെ വർധനവ് ഞാൻ വരുത്തേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ 5 വരുത്തുന്നുള്ളൂ. ഉയർന്നു വന്ന ജനക്ഷോഭത്തിന് മുമ്പിൽ മറുപടി പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ ആ 15 രൂപയിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി സബ്സിഡി എടുത്തു കളയാൻ ഓരോ മാസവും 50 പൈസ കണ്ട് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രയാസം അദ്ദേഹത്തിനുണ്ടായില്ല. ഡീസലിന്റെ വില നിശ്ചയിക്കുന്നതാര്, പെട്രോളിന്റെ വില നിശ്ചയിക്കുന്നതാര്? ഇവർ തന്നെ, ഗവൺമെന്റ് തന്നെ. പണ്ടായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സൃഷ്ടിച്ച അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ്, ആ സമ്പ്രദായം ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഗവൺമെന്റ് തീരുമാനിക്കുകയായിരുന്നു. ജനങ്ങളുടെ വികാരങ്ങളെല്ലാം കണക്കിലെടുക്കും ആ സന്ദർഭത്തിൽ. എന്നാൽ ഇപ്പോൾ ഒരു മര്യാദയുമില്ലാതെ പെട്രോളിയം കമ്പനിയെ ഏൽപ്പിച്ചു. അവർ തീരുമാനിക്കുന്നു. അവരാണ് അതേ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. സുഗതൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി R ബാലൻ ഉണ്ണിത്താൻ, S ഗീതാകുമാരി, V തങ്കച്ചൻ, അഡ്വക്കേറ്റ് V മോഹൻദാസ്, R ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി S വിജയകുമാരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു. കൺസ്യൂമർ ഫെഡിന്റെ കീഴിലെ ത്രിവേണി നന്മ സ്റ്റോറുകൾ വഴിയുള്ള ക്രിസ്മസ് വിപണികൾ ഇക്കുറിയില്ല. അധികാരികളുടെ കെടുകാര്യസ്ഥതയും കൺസ്യൂമർ ഫെഡിലെ ഭരണപ്രതിസന്ധിയുമാണ് ഇതിനു കാരണം. മുൻ വർഷങ്ങളിൽ ക്രിസ്മസിന് സംസ്ഥാനത്ത് ത്രിവേണി നന്മ സ്റ്റോറുകൾ വഴി അരിയും പലവ്യഞ്ജനങ്ങളും അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തിരുന്നു. ഇക്കുറി ത്രിവേണി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യേണ്ട സാധനങ്ങളുടെ പർച്ചേസ് ഇതുവരെ നടന്നിട്ടില്ല. കൺസ്യൂമർ ഫെഡ് ഗോഡൌണുകൾ വഴി ശേഖരിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് നൽകി കാത്തിരുന്നിട്ടും ത്രിവേണി നന്മ സ്റ്റോറുകളിൽ ക്രിസ്മസ് ചന്തകൾ അപ്രത്യക്ഷമാവുകയാണ്. സപ്ലൈകോയുടെ അനാസ്ഥയും വ്യത്യസ്തമല്ല. കരാറുകാർക്ക് സർക്കാർ നൽകുവാനുള്ള 300 കോടിയിൽ പരം രൂപ നൽകാതെ സപ്ലൈകോയ്ക്കും സാധനങ്ങൾ നൽകില്ലെന്ന് മൊത്ത കച്ചവടക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫലത്തിൽ ക്രിസ്മസ് വിപണിയിൽ ഇക്കുറിയും നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊള്ളുന്ന വിലയായിരിക്കും. ജലത്തിലെ ഉപ്പിന്റെ അളവ് നെൽകൃഷിയെ ദോഷകരമാം വിധം ബാധിക്കും മുമ്പ് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കാൻ കളക്ടറേറ്റിൽ കൂടിയ ഉപദേശക സമിതി യോഗം തീരുമാനിച്ചു. ജലത്തിലെ ലവണാംശം 1 സെന്റിമീറ്റർ 8 മില്ലിമോസ് ആകുമ്പോൾ ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കും. കിഴക്കൻ വെള്ളം വരുന്നതിനാൽ നിലവിൽ ലവണാംശം കുറവാണ്. 1 മില്ലിമോസിന് മുകളിലായാണ് നെൽകൃഷിയെ ബാധിക്കുക. ലവണാംശം ദിവസവും പരിശോധിക്കാൻ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ADM KP തമ്പി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഷട്ടറുകൾ അടച്ചാൽ ഓരുമുട്ടുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കണം. ഷട്ടറുകൾ ഉയർത്തുമ്പോൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കും. കഴിഞ്ഞ വർഷം കോട്ടയം ജില്ലയിൽ 7380 ഹെക്ടറിലെ നെൽകൃഷി ഓരുവെള്ളം കയറി നശിച്ചതിനാൽ കർഷകർക്ക് കൃഷി ഇറക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി പറഞ്ഞു. ഓരുമുട്ടുകൾ യഥാസമയം സ്ഥാപിക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിൽ 8000 ഹെക്ടറിലാണ് നെൽകൃഷി ചെയ്യുന്നത്. ഇതിൽ 7000 ഹെക്ടറിലെ വിത പൂർത്തിയായി.
1000 ഹെക്ടറിലെ വിത ഡിസംബർ 20-നകം പൂർത്തീകരിക്കുമെന്ന് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KP ശോഭ യോഗത്തെ അറിയിച്ചു. പമ്പിംഗ് ലേലം പൂർത്തീകരിച്ചു. ആലപ്പുഴ ജില്ലയിൽ 26,000 ഹെക്ടറിലാണ് നെൽകൃഷി ചെയ്യുന്നത്. ഇതിൽ 15,000 ഹെക്ടറിൽ വിത കഴിഞ്ഞു. രണ്ടാം കൃഷി താമസിച്ചതിനാൽ 3,000 ഹെക്ടറിലെ വിത ജനുവരി ആദ്യവാരമേ പൂർത്തീകരിക്കാനാവൂവെന്ന് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജി എബ്രഹാം പറഞ്ഞു. 630 പാടശേഖരങ്ങളിലെ പമ്പിംഗ് ലേലം പൂർത്തിയായി. അടുത്ത വർഷം മുതൽ കാർഷിക കലണ്ടർ അനുസരിച്ച് ഡിസംബർ 15-നകം പുഞ്ചകൃഷിക്ക് വിത പൂർത്തീകരിക്കണമെന്നും അതിനുശേഷം വിതയ്ക്കുന്നവർക്ക് കൃഷിനാശത്തിനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കരുതെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ഇതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സർക്കാർ വ്യാപാരികളുടെ കമ്മീഷൻ 9% കൂട്ടിയതിനെ തുടർന്ന് പാചകവാതക സിലിണ്ടറിന് ₹3.46 വർദ്ധിപ്പിച്ചു. 14.2 കിലോയുടെ സിലിണ്ടറിന് കമ്മീഷൻ ₹3.46 വർദ്ധിപ്പിച്ച് ₹40.71 ഇതേ തുടർന്നാണ് പാചകവാതകത്തിന്റെ വില കൂടിയത്. പുതിയ വില ചൊവ്വാഴ്ച നിലവിൽ വന്നു. അതേസമയം സബ്സിഡി സംബന്ധിച്ചും ആധാർ ലിങ്ക് ചെയ്യുന്നത് സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ട്. സബ്സിഡിയോടെ 9 സിലിണ്ടറുകൾ നൽകാനാണ് നിലവിൽ തീരുമാനം. ഇതിന് ₹443.96 വില. എന്നാൽ ആധാർ ലിങ്ക് ചെയ്തവർ മുഴുവൻ തുകയായി ₹1,063.46 അടയ്ക്കണം. ഇവർക്ക് ബാങ്കിൽ ലഭിക്കുക ₹589.25. ഫലത്തിൽ സബ്സിഡി ഉണ്ടെങ്കിലും ₹470.75 നൽകാൻ ഉപഭോക്താവ് ബാധ്യസ്ഥരാകുന്നു. സബ്സിഡി തുകയുടെ 5% ബാങ്ക് വാറ്റ് എന്ന നിലയിൽ പിടിക്കുന്നതുകൊണ്ടാണ് ഉപഭോക്താവിന് ഈ നഷ്ടമുണ്ടാകുന്നത്. ഇതോടെ ആധാർ ലിങ്ക് ചെയ്തവർ കൂടുതൽ നഷ്ടം സഹിക്കേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തിന് വേണമെങ്കിൽ ഈ വാറ്റ് നികുതി ഒഴിവാക്കാമെന്ന് അധികൃതർ പറയുമ്പോഴും അതിനുള്ള നടപടികളൊന്നും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. ആധാർ ലിങ്ക് ചെയ്യുന്നതിന് ഈ മാസം 31 വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. അതേസമയം ആധാറിനെതിരെ പല കോടതികളിലും കേസുള്ളതിനാൽ ഇതിന്റെ പ്രായോഗികതയിൽ സംശയം നിഴലിക്കുന്നു. ആധാർ ലിങ്ക് ചെയ്തവർ ആദ്യ സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ബാങ്കിൽ ₹435 എത്തും. ഇത് സബ്സിഡി അഡ്വാൻസ് ആണ്. യഥാർത്ഥ സബ്സിഡി രണ്ടാമത്തെ സിലിണ്ടർ എടുത്ത് ബില്ലടയ്ക്കുമ്പോഴാണ് ബാങ്കിലെത്തുക. സിലിണ്ടർ എടുത്ത് 48 മണിക്കൂറിനകം ഇത് ബാങ്കിൽ ക്രെഡിറ്റ് ആകുമെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. എന്നാൽ നവംബറിലെ സിലിണ്ടർ എടുത്ത പലർക്കും സബ്സിഡി തുക ബാങ്കിൽ എത്തിയിട്ടില്ലെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. രജിസ്ട്രേഷൻ മേഖലയിൽ നടത്തുന്ന ഓൺലൈൻ സംവിധാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആധാരമെഴുത്തുകാർ പണിമുടക്ക് ആരംഭിച്ചു. ഓൾ കേരള ഡോക്യുമെന്റ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ 3 ദിവസത്തെ പണിമുടക്കാണ് ആധാരമെഴുത്തുകാർ നടത്തുന്നത്. 13-ാം തീയതി രജിസ്ട്രേഷൻ IG-യുടെ ഓഫീസിന് മുന്നിൽ നടത്തുന്ന ഉപരോധ സമരത്തിന് മുന്നോടിയായി ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. യൂണിയൻ പ്രസിഡന്റ് PK പുരുഷോത്തമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അക്ഷയ കേന്ദ്രമെന്ന ഓമന പേര് വിളിക്കുന്ന ഒരു പ്രസ്ഥാനം ഇവിടെയുണ്ട്. ആ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ശരിയുമാകാം തെറ്റുമാകാം, കിട്ടുന്നതിന് വേണ്ടി കാലതാമസമുണ്ടാകും. നമ്മൾ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും അപേക്ഷ നൽകിയാൽ 5 രൂപ സ്റ്റാമ്പ് ഇട്ടിച്ച് അപേക്ഷ നൽകിയാൽ ഒന്നെങ്കിൽ അന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ നാളെ രാവിലെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നാളുകളോളം കാത്തിരിക്കണം. അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏർപ്പാടാണെന്ന് അക്ഷയ കേന്ദ്രത്തിലൂടെ നമ്മൾ കണ്ടുള്ളൂ. തൊഴിൽ രംഗത്ത് പണിയെടുക്കുവാൻ ആളില്ലാത്ത മേഖലകളിൽ ഇപ്പോൾ പാടത്ത് പണിയെടുക്കുവാൻ ആളില്ല, കൃഷിയിടങ്ങളിൽ പണിയെടുക്കാൻ ആളില്ല, വേലി കെട്ടാൻ ആളില്ല. അങ്ങനെ പല മേഖലകളിലും ആളില്ലാത്ത മേഖലകളിൽ മെക്കനൈസേഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതിന് ആധാരമെഴുത്തുകാരോ എതിരല്ല. സെക്രട്ടറി V മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാംഗം R ബേബി, പുന്നപ്ര രവീന്ദ്രൻ, രാജശേഖരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ ചമ്പക്കുളം പഞ്ചായത്തിലെ 21-ാം വാർഷികം ചമ്പക്കുളം SHUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ സെക്രട്ടറി മറിയക്കുട്ടി തോമസ് അധ്യക്ഷത വഹിക്കും. നിയമന നിരോധനത്തിനും അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ DYFIയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് വളയുന്നു. ഈ മാസം 23-ന് നടത്തുന്ന സമരത്തിന് മുന്നോടിയായി ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കുട്ടനാട്ടിൽ 14-ന് സ്വീകരണം നൽകും. മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ, ഡൽഹി സാഹിത്യ അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മുട്ടത്ത് വർക്കി ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സാഹിത്യ സെമിനാർ സംഘടിപ്പിക്കുന്നു. വെള്ളി ശനി ദിവസങ്ങളിലായി ചങ്ങനാശ്ശേരി SB കോളേജിലാണ് മുട്ടത്ത് വർക്കി ജന്മശതാബ്ദി സിംബോസിയം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുട്ടത്ത് വർക്കി ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റിയും SB കോളേജ് മലയാളം വിഭാഗവും ചേർന്ന്
ഏകോപിപ്പിച്ചുള്ള ഒരു സംഘാടക സമിതിയാണ് ഇപ്പോഴീ പരിപാടികൾ ഇവിടെ ആവിഷ്കരിച്ച് നടത്തുന്നത്. ചങ്ങനാശ്ശേരിയിൽ ആദ്യമായാണ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. സമീപകാല ചരിത്രത്തിലൊന്നും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അത് ജന്മശതാബ്ദി ആചരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന 3 എഴുത്തുകാരുടെ പേരിൽ എസ്.കെ. പൊറ്റക്കാട്, ഡി.സി. കഴുകമുറി, മുട്ടത്ത് വർക്കി 3 ആളുകളുടെ പേരിൽ അവരുടെ ജന്മദേശങ്ങളിൽ ഒരു ദിവസത്തെ സെമിനാറിനാണ് അവർ പ്രോജക്റ്റ് സാങ്ഷൻ ചെയ്തിട്ടുള്ളത്. അത് ചങ്ങനാശ്ശേരിയിൽ വരുന്നു. ചങ്ങനാശ്ശേരിയിൽ നമ്മൾ എസ്.പി. കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം മുട്ടത്തുവർക്കിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോളേജാണിത്. 6 സെക്ഷനുകളിലായി 20 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. മുട്ടത്തുവർക്കിയുടെ സർഗസംഭാവനകൾ സമഗ്രമായി വിലയിരുത്തുന്ന സെമിനാറിൽ പ്രഗത്ഭരായ നിരൂപകരും ഗവേഷകരും അണിനിരക്കും. വെള്ളിയാഴ്ച നടക്കുന്ന സെമിനാർ പ്രൊഫസർ എം. തോമസ് മാത്യു അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം സി. രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. ഡോക്ടർ സ്കറിയ സ്കറിയ, ഡോക്ടർ കെ. എസ്. രവികുമാർ, എം. കെ. മാധവൻ നായർ, ഡോക്ടർ സി. ആർ. പ്രസാദ്, സുനിൽ പി. ഇളയിടം തുടങ്ങിയവർ സംസാരിക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം കെ. ജോർജ് ജോസഫ് അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സെക്ഷനിൽ രവി DC സംസാരിക്കും. ശനിയാഴ്ച മുട്ടത്തുവർക്കി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ. എ. ലത്തീഫ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഡോക്ടർ പി. രവീന്ദ്രൻ, കെ. എം. കൃഷ്ണൻ, ഡോക്ടർ VC. ഹാരിസ്, സി. അശോകൻ, സന്തോഷ് മാനിച്ചേരി, സെബാസ്റ്റ്യൻ കാട്ടടി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 11-12 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. ഇതിനു മുന്നോടിയായി കാവാലം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന INPA സെമിനാർ ജില്ലാ സെക്രട്ടറി കെ. ജെ. ഷീല ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ആധാർ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സംഘാടക സമിതി യോഗം ഡിസംബർ 19 രാവിലെ 10:30 സമിതി ചെയർമാനായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ ചേരും. ബുദ്ധിമാന്ദ്യം, ബഹുവൈകല്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ വൈകല്യങ്ങൾ ബാധിച്ചവർക്ക് നിയമപരമായ രക്ഷകർത്താവിനെ അനുവദിക്കുന്നതിനായി കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ട്രസ്റ്റിന്റെ പ്രാദേശികതല സമിതി നടത്തിയ ദ്വിദിന ഹിയറിംഗിൽ 24 അപേക്ഷകർക്ക് നിയമപരമായ രക്ഷകർത്താവിനെ അനുവദിച്ചു. ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ്, അസിസ്റ്റന്റ് കളക്ടർ PB നൂഫ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ T. അനിതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ബൃഹത്തായ പച്ചക്കറി വികസന പദ്ധതിക്ക് പത്തനംതിട്ട ജില്ലയിൽ തുടക്കമായി. 996 ഹെക്ടർ പ്രദേശത്ത് നിന്ന് 12,596 ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് 1.48 ലക്ഷം പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ 130 പച്ചക്കറി കൃഷിത്തോട്ട യൂണിറ്റുകൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. 35,000 മട്ടുപ്പാവ് കൃഷി യൂണിറ്റുകൾക്കും 150 പച്ചക്കറി ക്ലസ്റ്ററുകൾക്കും 35,700 കൃഷിഭവൻ യൂണിറ്റുകൾക്കും സ്ഥാപിക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. വിഷലിപ്തമല്ലാത്ത ഗുണനിലവാരമുള്ള പച്ചക്കറി സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് എന്നതാണ് കുട്ടികൾക്കും വീട്ടമ്മമാർക്കും പ്രാമുഖ്യം നൽകുന്ന ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. കൈനഗിരി ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് കുട്ടനാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കനിവ് 2014 എന്ന പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ക്യാൻസറിനെ തുടക്കത്തിലെ തിരിച്ചറിയൂ എന്ന ബാനറിൽ നടന്ന സെമിനാർ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ആർക്കൊക്കെ ഇത് ഉണ്ട് എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ ആർക്കാണ് ഉണ്ടെന്നുള്ളത് ഇനി പരിശോധിച്ച് നോക്കിയാലാണ്. നമ്മളെല്ലാം ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. പരിശോധിക്കാത്തതുകൊണ്ടാണ് ആ വിശ്വാസം നമ്മൾ നടക്കുന്നത്. നമ്മളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനിരിക്കുന്നത്. കാരണം അതേപോലുള്ള മാരകമായിട്ടുള്ള വിഷമാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. കാര്യം വ്യവസായവൽക്കരിക്കപ്പെട്ടതോടുകൂടി മനുഷ്യന്റെ നിലനിൽപ്പോ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പോ മണ്ണിന്റെയോ ഒക്കെ നിലനിൽപ്പിനല്ല ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പുതിയ ലോകത്ത് എല്ലാം വ്യവസായവൽക്കരിക്കപ്പെടുകയാണ്. അവിടെ മനുഷ്യനൊരു പരിഗണനാ വസ്തുവായി മാറുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത രൂപത്തിലുള്ള വിപത്തുകൾ, ഇതുപോലെയുള്ള മഹാരോഗങ്ങൾ പിടിപെടാൻ വരുന്നത്. കാരണം പാടശേഖരത്തിൽ അമിതമായി ഉപയോഗിക്കുന്ന കീടനാശിനികളുടെ പ്രയോഗം, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കുടിവെള്ളത്തിന്റെ ലഭ്യതയുടെ കുറവ്, എല്ലാ സ്ഥലത്തും കുടിവെള്ളം ഇല്ല. തോട്ടിലെ വെള്ളം തന്നെയാണ് ആളുകൾ ഇപ്പോഴും ഒരു 10-40% വരുന്ന കൈനേരിക്കാർ ഉപയോഗിക്കുന്നത് ഈ ആറ്റിലെ വെള്ളമാണ്. കുട്ടനാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മണല അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജോസ് ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന രാഘവൻ, ജേക്കബ് കുര്യൻ മുല്ലശ്ശേരി, ബിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറുമായി ബന്ധപ്പെട്ട് അർബുദത്തെ അറിയൂ പ്രതിരോധിക്കൂ എന്ന ബുക്ക്ലെറ്റിന്റെ പ്രകാശന കർമ്മവും വിതരണവും നടന്നു. ഈ ലഘുലേഖ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളിലും പൊതുജനങ്ങൾക്കും എത്തിക്കുമെന്ന് ഷിബു മണല പറഞ്ഞു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിൽ പത്തനംതിട്ട തൈക്കാവ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്റർ ഫോർ മുസ്ലിം യൂത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സൗജന്യ PSC റെഗുലർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് തൈക്കാവ് സ്കൂളിലെ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടണം. കേരള വനിതാ കമ്മീഷൻ ജില്ലാതല മെഗാ അദാലത്ത് ഡിസംബർ 12-ന് പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. അറിയിപ്പ് ലഭിച്ചവർ രാവിലെ 10:30 മുമ്പ് എത്തി രജിസ്റ്റർ ചെയ്യണം. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം പത്തനംതിട്ട ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ വർഷത്തെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുന്നതിന് ഡിസംബർ 31-ന് മുമ്പ് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. അല്ലാത്തപക്ഷം പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കും. പത്തനംതിട്ട ജില്ലയിലെ പൊതുമരാമത്ത് റോഡുകളുടെ വശങ്ങളിലെ കയ്യേറ്റങ്ങൾ, പെട്ടിക്കടകൾ, ബോർഡുകൾ തുടങ്ങി എല്ലാവിധ അനധികൃത കയ്യേറ്റങ്ങളും 10 ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. അല്ലാത്തവ PWD നേരിട്ട് നീക്കം ചെയ്യുന്നതും ഇതിനു വേണ്ടിവരുന്ന ചെലവ് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് ഈടാക്കുന്നതും അവർക്കെതിരെ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കേരള ഈറ്റ, കാട്ടുവള്ളി, തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ക്ഷേമനിധി അംഗത്വ കാർഡ്, 40 രൂപ രജിസ്ട്രേഷൻ ഫീസ്, മറ്റ് അനുബന്ധ രേഖകൾ സഹിതം അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഡിസംബർ 31-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അതിനുശേഷം തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ ലഭ്യമാകൂ. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന രസീത് തൊഴിലാളികൾ സൂക്ഷിക്കണം. സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷന്റെ എൻട്രൻസ് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും ഡിസംബർ 14-ന് രാവിലെ 10-ന് കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ നടക്കും. എൻട്രൻസ് പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം ധനകാര്യമന്ത്രി K. മാണി നിർവഹിക്കും. ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ജോസ് കെ മാണി MP SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല,
പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കോട്ടയം ജില്ലാ ആസൂത്രണ സമിതി യോഗം ഡിസംബർ 13 ഉച്ചകഴിഞ്ഞ് 2 ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കും. കോട്ടയം ജില്ലാ ആൻഡ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ജില്ലാ ജയിലിന്റെയും ആഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു. ജില്ലാ ജയിലിൽ നടന്ന യോഗം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സബ് ജഡ്ജ് ജോഷി ജോൺ അധ്യക്ഷത വഹിച്ചു. ജയിൽ റീജിയൻ വെൽഫെയർ ഓഫീസർ കെ ജെ വർഗീസ് ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് ജി ജയശങ്കർ, അസിസ്റ്റന്റ് ജയിലർ ശിവാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും സംയുക്തമായി പെയിന്റിംഗ്, ഉപന്യാസം, പ്രസംഗം എന്നീ ഇനങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ നടത്തുന്നു. കോട്ടയം കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ 15 രാവിലെ 10:30 മത്സരങ്ങൾ ആരംഭിക്കും. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ളവർ ഡിസംബർ 14 മുമ്പ് സ്കൂളുകളുമായി ബന്ധപ്പെടുക. വിദേശ ജോലി തേടുന്നവർക്കായി നോർക്ക നടത്തുന്ന സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ക്യാമ്പ് ഡിസംബർ 13 രാവിലെ 10 മുതൽ 1 മണി വരെ കോട്ടയം കളക്ടറേറ്റിന് സമീപമുള്ള ദേശീയ സമ്പാദ്യ പദ്ധതി ഹാളിൽ നടക്കും. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6 SB കോളേജ് കാവുഹാട്ടുകാളിൽ മ്യൂസിക്കൽ ടുലേറ്റ് 2013 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 13 വൈകിട്ട് 6 മണിക്ക് SB കോളേജിലെ കാവുകാട്ട് ഹാളിൽ വെച്ച് പ്രശസ്ത ഗായിക റിമി ടോമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗാനമേള സംഘടിപ്പിക്കുകയാണ്. ഇത് അസംഷൻ കോളേജിൻ്റെ PTA ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ സഹകരണത്തോടുകൂടി അസംഷൻ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു കലാവിരുന്നാണ്. ഈ സംഗീത വിരുന്നിലേക്ക് അസംഷൻ കോളേജിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. വരുന്നവർക്കുള്ള പാർക്കിംഗ് സൗകര്യം SB കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ലഭ്യമാകുന്നതാണ്. ചലച്ചിത്ര പിന്നണി ഗായിക റിമി ടോമി മറ്റു താരങ്ങളും മ്യൂസിക്കൽ പ്രോഗ്രാമിൽ പങ്കെടുക്കും. അസംഷൻ കോളേജ് PTA ഡെവലപ്മെന്റ് കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മേഴ്സി നെടുമ്പുറം, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ അമല, ഫാദർ തോമസ് പാർത്തറ, PTA പ്രസിഡന്റ് തോമസ് ഊട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. അയഡിൻ അപര്യാപ്തത മൂലമുള്ള രോഗങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി ഉദ്ഘാടനം ചെയ്തു. പരിശീലനം ഡിസംബർ 16 സമാപിക്കും. ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിര സമിതി ചെയർമാൻ സുധാ കുര്യൻ അധ്യക്ഷത വഹിച്ചു. ചെമ്പുംപുറം അംഗനവാടിക്ക് 22 വയസ്സാകുമ്പോഴും സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാത്ത സ്ഥിതിയാണ്. കുട്ടികളെയും കൊണ്ട് ഊരു ചുറ്റുകയാണ് കഴിഞ്ഞ 22 വർഷമായി ഈ അംഗനവാടി ജീവനക്കാർ. ഇതേവരെ അംഗനവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടമില്ലാത്തതാണ് ഇവരുടെ ദുർഗതിക്ക് കാരണം. 26 വർഷമായിട്ട് സ്ഥലവും കെട്ടിടവും ഞങ്ങൾക്ക് ഇതുവരെ അനുവദിച്ചു തന്നിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഇപ്പം 10ാമത്തെ സ്ഥലമാണിത്. ഇങ്ങനെ മാറി മാറി പിള്ളേരെ കൊണ്ട് നടക്കുവാണ്, ബുദ്ധിമുട്ടാണ്. തരാമെന്ന് പറഞ്ഞ ഓണറേതി ഞങ്ങൾക്ക് ഇതുവരെ ഇതായിട്ട് തന്നിട്ടില്ല. സർക്കാരിന്റെ മിച്ചഭൂമി കയ്യൂക്കുള്ളവർ കവർന്നെടുക്കുമ്പോഴും അംഗനവാടിക്കായി 2 സെന്റ് ഭൂമി നൽകാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. കുഞ്ഞുകുട്ടികൾക്ക് വോട്ടവകാശമില്ലാത്തതിനാലാവാം ജനപ്രതിനിധികളും ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. വിദ്യാഭ്യാസ വായ്പയെടുത്ത തൊഴിൽ രഹിതരായ BPL വിഭാഗക്കാരായ വിദ്യാർത്ഥികളുടെ പലിശയിളവ് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പലിശയിളവ് വക കൊള്ളിക്കുന്നതുവരെയുള്ള ചുമതല ആലപ്പുഴ ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്ക് നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന പദ്ധതികളുടെ സാധ്യതകളും മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും സംബന്ധിച്ച വസ്തുതകൾ ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനായി ഡിസംബർ 13 രാവിലെ 10 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ശില്പശാല നടത്തും. ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന വികസന സാധ്യതകൾ ശില്പശാലയിൽ അവതരിപ്പിക്കാം. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന പദ്ധതികളുടെ സാധ്യതകൾ മനസ്സിലാക്കി പദ്ധതികൾ നടപ്പാക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നതിന് ആസൂത്രണ ബോർഡ് പ്രോജക്ട് ഫിനാൻസിംഗ് സെൽ രൂപീകരിച്ചു. ആദ്യപടിയായി വിവിധ മേഖലകളിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കണ്ടെത്താനുള്ള നടപടികൾ ആരംഭിച്ചു. ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാർ പ്രതിജ്ഞയെടുത്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM KP തമ്പി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ പങ്കെടുത്തു. ഹൗസ് ബോട്ട് മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിൽ സമരം ഒത്തുതീർപ്പിലേക്ക്. വേതന വർധനവ് സംബന്ധിച്ച പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ്
തൊഴിലാളി സംഘടനകളും ഉടമകളുടെ സംഘടനകളും നൽകുന്ന സൂചന. CITU MMS തൊഴിലാളികൾ 12,000 രൂപയായി ശമ്പളം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉടമകൾക്ക് നോട്ടീസ് നൽകിയത്. തുടർന്ന് ടൂറിസം സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും തീരുമാനമുണ്ടായില്ല. ഇരുകൂട്ടരുമായി ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കാൻ യോഗം ജില്ലാ ലേബർ ഓഫീസറെ ചുമതലപ്പെടുത്തി. ആലപ്പുഴ ജില്ലാ ലേബർ ഓഫീസർ തിങ്കളാഴ്ച ചർച്ച നടത്തിയതിനെ തുടർന്ന് ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. ടൂറിസം സീസണിൽ ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളിൽ ഹൗസ് ബോട്ട് മേഖല വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ഇതോടെ വിരാമമായത്. പുതിയ വേതന കരാർ സംബന്ധിച്ച് ഇരുകൂട്ടരും 2 ദിവസത്തിനുള്ളിൽ ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന. ചക്കുളത്തുകാവ് പൊങ്കാലയുടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിലവറ ദീപം തെളിഞ്ഞു. പട്ടമന ഇല്ലത്തെ നിലവറയിലെ കെടാവിളക്കിൽ നിന്നും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൂത്തുവിളക്കിലേക്ക് ദീപം പകർന്നു. തുടർന്ന് മൂലക്കുടുംബത്തെ പാലം വെച്ച് ക്ഷേത്ര കൊടിമര ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിലേക്ക് അഗ്നി പകർന്നതോടെ ചക്കുളത്തുകാവ് പൊങ്കാല വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. രാവിലെ 9:30 ചടങ്ങുകൾ ആരംഭിച്ചു. ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തോടനുബന്ധിച്ച് അബ്കാരി കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് എക്സൈസ് വകുപ്പ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. വ്യാജ മദ്യനിർമ്മാണം, വിപണനം, മദ്യക്കടത്ത്, മയക്കുമരുന്നിന്റെ ഉപഭോഗം, വിപണനം എന്നിവയെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ താഴെ പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കാം. വിവരം നൽകുന്നവർക്ക് അർഹമായ പാരിതോഷികം നൽകും. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കുട്ടനാട് എക്സൈസ് ഓഫീസിലേക്ക് വിളിക്കേണ്ട നമ്പർ 0477 2704851. ചരമവാർത്തകൾ. കേളം കവല പുതുപ്പറമ്പ് വീട്ടിൽ കേസിയാമ്മ നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെളിയനാട് പുളിക്കാമഠം ശാന്തമ്മ നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യത്ത് സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പി. തിലോത്തമൻ MLA. ത്രിവേണി നന്മ സപ്ലൈകോ സ്റ്റോറുകൾക്ക് ഇക്കുറി ക്രിസ്മസ് ഇല്ല. കെടുകാര്യസ്ഥതയും ഭരണപ്രതിസന്ധിയും ക്രിസ്മസ് വിപണിക്ക് തടസ്സമായി. ജലത്തിലെ ലവണാംശം നെൽകൃഷിയെ ബാധിക്കും മുമ്പ് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടർ അടയ്ക്കാൻ ഉപദേശക സമിതിയുടെ തീരുമാനം. സർക്കാർ വ്യാപാരികളുടെ കമ്മീഷൻ 9% കൂട്ടി. സിലിണ്ടറിന് വീണ്ടും വില വർദ്ധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.